പാർത്തിടും ഞാനുലകിൽ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എന്നെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാനുലകിൽ. എല്ലാ കാലത്തും ആശ്രയം വെച്ചിടുവാൻ നല്ല സംഗീതമേശുവത്രേ. എല്ലാ കാലത്തും ആശ്രയം വെച്ചിടുവാൻ നല്ല സംഗീതമേശുവത്രേ. പെറ്റ തല്ലതൻ കുഞ്ഞിനെ മറന്നിടിലും കാന്തൻ മാറ്റം ഭവിക്കാത്തവൻ. പെറ്റ തല്ലതൻ കുഞ്ഞിനെ മറന്നിടിലും കാന്തൻ മാറ്റം ഭവിക്കാത്തവൻ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എന്നെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാനുലകിൽ. തിരുക്കരത്തിൽ വൻ സാഗര ജലമെല്ലാം അടക്കുന്ന കരുത്തേഴും യാഹവൻ താൻ. തിരുക്കരത്തിൽ വൻ സാഗര ജലമെല്ലാം അടക്കുന്ന കരുത്തേഴും യാഹവൻ താൻ. ഒരു ഇടയനെ പോലെന്നെ അവനിൽ കരുതുന്ന സ്നേഹമെന്താശ്ചര്യമേ. ഒരു ഇടയനെ പോലെന്നെ അവനിൽ കരുതുന്ന സ്നേഹമെന്താശ്ചര്യമേ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എന്നെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാനുലകിൽ. ഉള്ളം കലങ്ങുന്ന നേരത്ത് പ്രിയൻ തൻ വാഗ്ദത്തം ഒട്ടിച്ചുണർത്തുമെന്നേ. ഉള്ളം കലങ്ങുന്ന നേരത്ത് പ്രിയൻ തൻ വാഗ്ദത്തം ഒട്ടിച്ചുണർത്തുമെന്നേ. ഉള്ളം കരത്തിൽ വരച്ചവൻ ഓർമ്മിക്കധീശൻ താൻ എന്നോടെ ആശ്വാസകൻ. ഉള്ളം കരത്തിൽ വരച്ചവൻ ഓർമ്മിക്കധീശൻ താൻ എന്നോടെ ആശ്വാസകൻ. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എന്നെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാനുലകിൽ. മാറും മനുജരെല്ലാം മഹിതല മധു തീജ്വാല ഇരയായി മാറുകിലും. മാറും മനുജരെല്ലാം മഹിതല മധു തീജ്വാല ഇരയായി മാറുകിലും. തിരുവാഗ്ദത്തങ്ങൾക്കിതും മാറ്റം വരില്ലവൻ വരവിന്നാളാസന്നമായി. തിരുവാഗ്ദത്തങ്ങൾക്കിതും മാറ്റം വരില്ലവൻ വരവിന്നാളാസന്നമായി. ഹല്ലേലൂയ ഗീതം പാടിടും ഞാൻ എൻ്റെ ജീവിതയാത്രയതിൽ. എന്നെ അല്ലലകിലവും തീർത്തിടും നാൾ നോക്കി പാർത്തിടും ഞാനുലകിൽ. ഹല്ലേലൂയ ഗീതം
ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 18-ാം വാക്യം മുതൽ കർത്താവായ യേശു ക്രിസ്തു ഒടുവിലായതിൻ്റെ ശിഷ്യന്മാരോട് പറയുന്നതായ വാക്കുകൾ നമുക്ക് വായിക്കാൻ സാധിക്കും. യേശു അടുത്ത് ചെന്നു, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചും കൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവീൻ. എന്നാൽ ഞാൻ നിങ്ങളോടുകൂടി ഇരിക്കും ലോകാവസാനത്തോളം. സകല ജാതികളെയും ശിഷ്യരാക്കുവാനാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പറഞ്ഞു വിടുന്നത്. തൻ്റെ ശിഷ്യന്മാരെ കർത്താവ് ഒടുവിലായി ഭരമേൽപ്പിച്ചത് നിങ്ങളെൻ്റെ സാക്ഷികൾ ആകണമെന്നാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ സ്വർഗാരോഹണത്തിന് തൊട്ടു മുൻപ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരായ 11 പേരോട് സംസാരിക്കുന്നത്, നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിച്ചിട്ട് യെരൂശലേമിലും യഹൂദിലെല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്നാണ്. നിങ്ങളെൻ്റെ സാക്ഷികളാകണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു. നാം ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ സാക്ഷികളാകാൻ വിളിക്കപ്പെട്ടവരാണ്. അപ്പോസ്തലനായ പത്രോസ് അതിൻ്റെ ആദ്യ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൽ പറയും, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കണം. സ്വർഗീയ വിളിക്ക് നാം ഓഹരിക്കാരാണ് എന്ന് അപ്പോസ്തലനായ പൗലോസ് എബ്രായ ക്രിസ്ത്യാനികളോട് ലേഖനം എഴുതിയപ്പോൾ പറഞ്ഞു. സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരാണ് നാം. സ്വർഗത്തിൻ്റെ വിളി നമുക്കുണ്ട്. നാം കർത്താവിൻ്റെ വേലക്കാരാകണമെന്ന്. നാം കർത്താവിൻ്റെ അനുയായികളാകണം, കർത്താവിൻ്റെ അനുകാരികളാകണം. പോരാ, നാം കർത്താവിൻ്റെ സാക്ഷികളാകണം. കർത്താവിൻ്റെ അനുയായി ആകണമെങ്കിൽ കർത്താവിൻ്റെ അനുകാരിയാകണം. കർത്താവിനെ അനുകരിക്കണം. കർത്താവിനെ അനുഗമിക്കണമെങ്കിൽ കർത്താവിനെ അനുകരിക്കണം. കർത്താവിനെ അനുഗമിക്കുകയും അനുകരിക്കുകയും ചെയ്യുന്നവർ കർത്താവിൻ്റെ സാക്ഷികളായി തീരും. നാം ക്രിസ്തുവിൻ്റെ സാക്ഷികളായി തീരണമെന്ന് കർത്താവ് ആഗ്രഹിച്ചു. ദാനിയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഒടുവിലത്തെ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് ദാനിയേൽ പ്രവാചകനോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്, ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും പ്രകാശിക്കുമെന്നാണ്. പലരെയും നീതിയിലേക്ക് തിരിക്കുക, അതായിരുന്നു ദാനിയേൽ പ്രവാചകൻ്റെ പ്രൊഫഷൻ, ദാനിയേൽ പ്രവാചകൻ്റെ ഉദ്യോഗം, ദാനിയേൽ പ്രവാചകൻ്റെ തൊഴിൽ. പലരെയും നീതിയിലേക്ക് തിരിക്കുക. ക്രിസ്തുവിന് സാക്ഷിയായാൽ മാത്രമേ നമുക്ക് മറ്റുള്ളവരെ ദൈവനീതിയിലേക്ക് തിരിക്കാൻ സാധിക്കുകയുള്ളൂ. ലോകത്തിൻ്റെ നീതിയല്ല ദൈവത്തിൻ്റെ നീതി. മനുഷ്യരുടെ വഴിയല്ല ദൈവത്തിൻ്റെ വഴി. മനുഷ്യരുടെ വിചാരങ്ങളല്ല ദൈവത്തിൻ്റെ വിചാരങ്ങൾ. ദൈവത്തിൻ്റെ വഴിയിലേക്കും ദൈവത്തിൻ്റെ ആലോചനയിലേക്കും ദൈവത്തിൻ്റെ നീതിയിലേക്കും നാം തിരിഞ്ഞാൽ മാത്രമേ മറ്റുള്ളവരെ ദൈവനീതിയിലേക്ക് തിരിക്കാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ നീതിയിലേക്ക്, സ്വർഗത്തിൻ്റെ നീതിയിലേക്ക്, സ്വർഗീയ മഹത്വത്തിൻ്റെ ശുശ്രൂഷയാണ് ജീവനുള്ള ക്രിസ്തു നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. ഞാൻ വളരെ മനോഹരമായ ഒരു കവിത വായിച്ചത് ഓർക്കുന്നു. ആ കവിതയുടെ ആശയം ഏതാണ്ട് ഒരാശയം പറയാം. യേശുക്രിസ്തു അങ്ങ് സ്വർഗാരോഹണം ചെയ്ത് ഉയരത്തിലേക്ക് സ്വർഗമഹിമയിലേക്ക് കടന്നു ചെല്ലുന്നതിനെക്കുറിച്ചുള്ളൊരു ഭാവനയാണ്. അങ്ങനെയല്ല, അതൊരു ഭാവന തന്നെയാണ്. അങ്ങനെ നടന്നോ എന്നോ നടന്നില്ല എന്നോ ഒന്നും പറയാൻ ആർക്കും അവകാശമില്ല. പക്ഷേ കവിയുടെ മനസ്സിൽ മുളയെടുത്ത ഒരു നല്ല സുന്ദരമായ ഭാവന, ക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത് സ്വർഗീയ തേജസ്സിലേക്ക് കടന്നു ചെല്ലുകയാണ്. നിത്യരാജാധിരാജനായ ക്രിസ്തുവിൻ്റെ തിരുവാഗമനത്തിൽ സ്വർഗമെല്ലാം അത്യന്തം ആനന്ദം കൊണ്ടു. ആഹ്ലാദ പരവശരായി സ്വർഗീയ സേനകൾ ക്രിസ്തുവിനെ എതിരേൽക്കുന്നു. ആ മാലാഖമാർ യേശുക്രിസ്തുവിനെ എതിരേറ്റുകൊണ്ട് കർത്താവിൻ്റെ പാദപീഠത്തിൽ എല്ലാവരും വണങ്ങുന്നു. മാലാഖമാരുടെ വൃന്ദം വണങ്ങി അല്പം കഴിഞ്ഞ് ഒരു മാലാഖ നിവർന്ന ക്രിസ്തുവിനോട് ചോദിക്കുന്നു,
ഗുരു നാഥ, അങ്ങ് ഭൂമിയിലേക്ക് പോയിട്ട് തിരുവവതാരത്തിൻ്റെ മഹത്വകരമായ പ്രവൃത്തിയെല്ലാം പൂർത്തീകരിച്ചിട്ട് തന്നെയോ വരുന്നത്? ക്രിസ്തുവളുടെ സന്തോഷത്തോടെ പ്രസന്നവദനായി പറഞ്ഞു, അതെ, ഞാൻ ക്രൂശിന്മേൽ കിടന്ന് പറഞ്ഞ വചനം എല്ലാം നിവൃത്തിയായി എന്നാണ്. നിവൃത്തിയായി, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, അത് പൂർത്തീകരിച്ചു എന്നാണ്. ഞാൻ നിവൃത്തിയാക്കിയിട്ടാണ് വരുന്നത്. വീണ്ടും മാലാഖ ചോദിച്ചു, കൂപ്പയ്യോടെ നിന്നുകൊണ്ട് വിറയലോട് ചോദിച്ചു, കർത്താവേ ക്ഷമിക്കണമേ, ഞാനൊന്ന് ചോദിച്ചു കൊള്ളട്ടെ, അങ്ങ് രക്ഷയുടെ വേല, രക്ഷണ്യ പ്രവൃത്തി എല്ലാം തികച്ചു എന്നല്ലോ പറഞ്ഞത്. എന്നാൽ ഇനി അത് ആരെ തുടർന്ന് ഭൂമിയിൽ ചെയ്യും? അത് ഞാൻ ഭൂമിയിൽ നിന്ന് പോരുന്നതിന് മുൻപ് എൻ്റെ ശിഷ്യന്മാരെ ഫലമേൽപ്പിച്ചിട്ടുണ്ട്. എൻ്റെ ശിഷ്യന്മാർ അവർ എൻ്റെ വാക്ക് കേട്ട് അവർ വളരെ സന്തോഷത്തോടെ യെരൂശലേം വിട്ട് പോയിരിക്കുകയാണ്. അവർ എൻ്റെ വേലക്കാരാകാൻ തീരുമാനമെടുത്ത് പോയിരിക്കുകയാണ്. കർത്താവിൽ നിന്നുള്ള പ്രസന്നതയോടാണ് പറഞ്ഞത്. ഉടനെ മാലാഖ ചോദിച്ചു, ക്ഷമിക്കണം കർത്താവെ, ഒന്നുകൂടി ചോദിച്ചു കൊള്ളട്ടെ, അവിടുത്തെ ശിഷ്യന്മാരെന്ന് പറയുന്നത് ഈ കണ്ട വേല നിവർത്തിക്കാൻ തക്കവണ്ണം കരുത്തുള്ളവരാണോ? അവർ വിദ്യാസമ്പന്നരാണോ? അവർ പാണ്ഡിത്യമുള്ളവരാണോ? അവർക്ക് വല്ല കഴിവുമുണ്ടോ? കർത്താവ് പറഞ്ഞു, സന്തോഷത്തോടെ തന്നെ പറഞ്ഞു, നല്ല ധൈര്യത്തോടെ പറഞ്ഞു, എനിക്കറിയാം, ഞാൻ അറിയുന്നുണ്ട്, അവരിൽ ചിലർ മുക്കുവന്മാരായിരുന്നു, ചിലർ ദ്രവ്യാഗ്രഹികളായിരുന്നു, ചുങ്കക്കാരായിരുന്നു, അവരിൽ ചിലർ കോപിഷ്ഠരായിരുന്നു. എന്നാൽ അവരെൻ്റെ പിന്നാലെ വന്നപ്പോൾ അവരിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്ന് അവർക്ക് വലിയ അത്ഭുത ശക്തി ലഭിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും കൃപയും അവർക്ക് ലഭിച്ചു. അവർ എൻ്റെ വേല തീർപ്പാൻ ശക്തരാണ്, പ്രാപ്തരാണ്. മാലാഖ കുറച്ചു നേരം മിണ്ടാതിരുന്നു. സ്വർഗം സന്തോഷം കൊണ്ട് ആർപ്പുവിളിയുണ്ടായി, മുഖരിതമായി. ആനന്ദ തിരത്തലിൽ സ്വർഗം മുഴുവനങ്ങനെ ലയിച്ചു നിൽക്കുമ്പോൾ മാലാഖ തെല്ലിടെ നിന്നിട്ട് വീണ്ടും ചോദിച്ചു, കർത്താവേ, ഒരു വാക്കുകൂടി ചോദിച്ചു കൊള്ളട്ടെ, ക്ഷമിക്കണം, ഒരു വാക്കുകൂടി. അങ്ങ് ഫലമേൽപ്പിച്ച അവിടുത്തെ ശിഷ്യന്മാർ അവർ ആ വേല ചെയ്തില്ലെങ്കിൽ പിന്നെ ആ വേല ചെയ്യാൻ അങ്ങയുടെ പരിപാടി എന്താണ്? ദൈവത്തിന് സ്തോത്രം. അതുവരെ നല്ല പ്രസന്നതയോടെ, നല്ല പുഞ്ചിരിയോടെ, ധൈര്യത്തോടെ നിന്ന ക്രിസ്തു കുറച്ചു നേരം ചിന്താധീനനായി, മുഖം മ്ലാനമായി. അല്പം പാരവശ്യത്തോടെ ക്രിസ്തു പറഞ്ഞു, വിട്ടുവിട്ട് പറഞ്ഞു, ഇല്ല, അവരത് ചെയ്തില്ലെങ്കിൽ എനിക്ക് വേറെ പരിപാടിയില്ല. ദൈവത്തിന് സ്തോത്രം. ആ കവിത അങ്ങനെ അവസാനിക്കുകയാണ്. അവരത് ചെയ്തില്ലെങ്കിൽ എനിക്ക് വേറെ പരിപാടിയില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവിൻ്റെ വേല തയ്ക്കേണ്ടത് അതിൻ്റെ ശിഷ്യന്മാരാണ്. അവരത് ചെയ്തില്ലെങ്കിൽ ആ വേല തുടർന്ന് ചെയ്യാൻ വേറൊരു പരിപാടി കർത്താവ് കണ്ടിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. എൻ്റെ സ്നേഹിതരെ, നിങ്ങളുടെ ഹൃദയത്തിൽ എന്തെങ്കിലും ചലനം ഉളവാകുന്നുണ്ടോ? ഞാനും എൻ്റെ കർത്താവിൻ്റെ വേല ചെയ്യേണ്ടവനാണ്, ഞാനും യേശുവിൻ്റെ വേല ചെയ്യേണ്ടവളാണ്. ഈ ഒരു ബോധം നിങ്ങളുടെ ഹൃദയത്തിൽ വരുന്നുണ്ടോ? എൻ്റെ കർത്താവേ, ഞാനിത് ചെയ്തില്ലെങ്കിൽ കർത്താവിൻ്റെ വേല മുടങ്ങുമല്ലോ. എന്നെക്കൊണ്ട് നീ കണ്ടിരിക്കുന്ന വേല, എന്നിൽ കൂടി നീ നിവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന വേല നിറവേറ്റിയില്ലെങ്കിൽ എൻ്റെ കർത്താവേ, നീ വേറൊരു പരിപാടി നീ വെച്ചിട്ടില്ലല്ലോ. എൻ്റെ ദൈവമേ, ഞാൻ എന്നെ തന്നെ ഇതിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. കർത്താവിൻ്റെ പാദപീഠത്തിങ്കിൽ നമുക്ക് കർത്താവിൻ്റെ വേലയ്ക്കായി സമർപ്പിക്കാം. കർത്താവിനോട് നമുക്ക് വാക്ക് പറയാം, കർത്താവേ, നിൻ്റെ വേലക്കാരനായി നിൽപ്പാൻ ഞാൻ അതിയായി കൊതിക്കുന്നു, നിൻ്റെ ദാസനായി നിൽപ്പാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു, നിനക്ക് വേണ്ടി എന്നെ തന്നെ മറന്ന് ഓടുവാൻ ഞാൻ അതിയായി ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു മനോഹരമായ സംഭവം ഞാൻ വായിച്ചു. ആ സംഭവം ഇങ്ങനെയാണ്, വളരെ മനോഹരമായൊരു സംഭവമാണ്. ഡേവിഡ് ലിവിങ്സ്റ്റൺ അദ്ദേഹം ഒരിക്കൽ ഒരു വാക്യം എഴുതി വച്ചിരിക്കുന്നത് കണ്ടു. ആ വാക്യം എങ്ങനെയാണ്? റോബർട്ട് മോഫറ്റ് എഴുതിയ ഒരു വാക്യം. അന്ന് ലിവിങ്സ്റ്റൺ തീരെ ചെറുപ്പമാണ്. ഫ്രം വേർ ഐ സ്റ്റാൻഡ് ഐ ക്യാൻ സീ ദ സ്മോക്ക് ഓഫ് 10,000 African villages
they have never heard of Christ. അതാണ് വായിച്ച വാക്യം. ഞാൻ നിൽക്കുന്നിടത്ത് നിന്നുകൊണ്ട് ഞാൻ കാണുന്നു. റോബർട്ട് മോഫറ്റ് എഴുതിയിരിക്കുകയാണ്, ഞാൻ നിൽക്കുന്നിടത്ത് നിന്നുകൊണ്ട് ഞാൻ കാണുന്നു ആഫ്രിക്കയുടെ കുഗ്രാമങ്ങൾ, 10,000-കണക്കിന് കുഗ്രാമങ്ങൾ, യേശുക്രിസ്തുവിനെക്കുറിച്ച് കേട്ടിട്ട് പോലുമില്ലാത്ത 10,000-കണക്കിന് കുഗ്രാമങ്ങൾ, അത് സങ്കടത്തിൻ്റെയും വ്യസനത്തിൻ്റെയും അന്ധതയുടെയും പുകപടലം ഉയർത്തിക്കൊണ്ട് നിൽക്കുന്നത് ഞാൻ കാണുന്നു എന്ന്. ഈ വാക്യം വായിച്ചപ്പോൾ അന്ന് ലിവിങ്സ്റ്റൻ്റെ ഹൃദയത്തിൽ പെട്ടെന്നൊരു കൊള്ളിയാൻ മിന്നി. ഉള്ളിലൂടെ ഒരു വലിയ ചൈതന്യം കടന്നുപോയി. ലിവിങ്സ്റ്റൺ അതുമൂലം അദ്ദേഹം 11,000 മൈലുകൾ അദ്ദേഹം കാൽനടയായി സഞ്ചരിച്ചു. ഒറ്റ ദിവസം കൊണ്ടല്ല, വർഷങ്ങൾ കൊണ്ട് 11,000 മൈലുകൾ സഞ്ചരിച്ചു. അദ്ദേഹം ആഫ്രിക്കയിലേക്ക് പോയി, ഇംഗ്ലണ്ടിൽ നിന്ന് ആഫ്രിക്കയിലേക്ക് പോയി. ആഫ്രിക്കയുടെ ഗ്രാമങ്ങളിൽ അദ്ദേഹം സന്ദർശിച്ചു. ആഫ്രിക്കയുടെ ഗ്രാമങ്ങൾ സന്ദർശിക്കുമ്പോൾ വലിയ കേടുകൾ അദ്ദേഹത്തിനുണ്ടായി. കോങ്കോ നദീതടങ്ങളിലും ആഫ്രിക്കയുടെ കിരാതന്മാർ പാർക്കുന്ന ഇടങ്ങളിലുമെല്ലാം അദ്ദേഹം സഞ്ചരിച്ചു. അദ്ദേഹം ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ വനപ്രദേശങ്ങളിൽ കൂടി കടക്കേണ്ടി വന്നു. വനപ്രദേശങ്ങളിൽ കൂടി പോകുമ്പോൾ അദ്ദേഹത്തിന് കൊടിയ പീഡകളും ഉപദ്രവങ്ങളും ആപത്തുകളും ഉണ്ടായി. അതിനെല്ലാം അതിജീവിച്ച് ഡേവിഡ് ലിവിങ്സ്റ്റൺ ഇംഗ്ലണ്ടിൽ വളരെ സുഖമായി കഴിയാമായിരുന്ന മനുഷ്യൻ, വളരെ ഉന്നത കുടുംബത്തിൽ പിറന്ന മനുഷ്യൻ, അദ്ദേഹം ആഫ്രിക്കയുടെ മണ്ണ് ചവിട്ടി നടന്ന് കർത്താവായ യേശുവിനെ ആ ജനത്തിന് കൊടുത്തു. ആ കിരാതന്മാരായ ആളുകൾക്ക്, നരഭോജികളായ ആളുകൾക്ക്, മനുഷ്യമാംസം പച്ചനെ തിന്നുന്ന ആളുകൾക്ക് യേശുവിനെ കാണിച്ചു കൊടുത്തു. ലിവിങ്സ്റ്റന് സഹായിയായി സുവിശേഷ വേലയിൽ തൽപരത്വത്തോടെ സ്റ്റാൻലി എന്ന് പറയുന്ന യുവാവ് ഉണ്ടായിരുന്നു. ഒരവസരത്തിൽ ലിവിങ്സ്റ്റണും സ്റ്റാൻലിയും ഒരു ഗ്രാമം സന്ദർശിച്ച് തിരികെ പോരുന്നത് അതൊരു വനപ്രദേശത്തു കൂടിയായിരുന്നു. ഒരു സിംഹം ചാടിക്കടിച്ചു. ലിവിങ്സ്റ്റൻ്റെ ഇടത്തെ തോളിൽ ആ സിംഹം കടിച്ച് തോള് പറഞ്ഞു തൂങ്ങി. നിശേഷം വിട്ടുപോയില്ല. ആ തോൾ പറഞ്ഞു തൂങ്ങിയതോടെ ലിവിങ്സ്റ്റൺ താഴെ വീണു, ബോധരഹിതനായി. സ്റ്റാൻലി ഉടനെ തോക്കെടുത്ത് സിംഹത്തെ വെടിവെച്ചു. സിംഹം ചത്തുമലച്ചു. പക്ഷേ ലിവിങ്സ്റ്റൺ ബോധരഹിതനായി കിടക്കുകയാണ്. ചോര തളം കെട്ടുകയാണ്. ലിവിങ്സ്റ്റനെ വാരിയെടുത്ത്, ബോധരഹിതനായ ആ ദൈവദാസനെ വാരിയെടുത്തുകൊണ്ട് സ്റ്റാൻലി വേച്ച് പ്രാഞ്ചി നടന്ന് ആ കുടിലെത്തി, ഗ്രാമത്തിലെ കുടിലെത്തി. അവിടെ വെറും തറയിൽ കിടത്തി. സ്റ്റാൻലി നോക്കി നിന്നു. ഞാനിങ്ങനെയാണ് വായിച്ചത്. സ്റ്റാൻലി നോക്കി നിന്നു. ലിവിങ്സ്റ്റൻ്റെ ശരീരം ഏതാണ്ട് ചേതനേറ്റ് പോയതുപോലെ തോന്നി. സ്റ്റാൻലി നോക്കി. ലിവിങ്സ്റ്റൺ കണ്ണടച്ച് ബോധരഹിതനായി കിടക്കുകയാണ്. ചോര വാർന്നു പോകുന്നു നിന്നു. പക്ഷേ ബോധം തെളിയുന്നില്ല. സ്റ്റാൻലിയുടെ കണ്ണുനീര് ധാരധാരയായി ഒഴുക്കിക്കൊണ്ട് സ്റ്റാൻലിയെ അവിടെ നോക്കി നിന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഭാഗ്യം, ലിവിങ്സ്റ്റൺ കണ്ണു തുറന്നു. മുഖത്തൊരു ചെറിയ പുഞ്ചിരി. ലിവിങ്സ്റ്റൺ സ്റ്റാൻലിയോട് പറഞ്ഞു, ഇങ്ങനെയാണ് പറഞ്ഞത്: ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്തിനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, ഞാൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞതായ വാക്ക്, തൻ്റെ ശിഷ്യനോട് പറഞ്ഞ വാക്ക്, അതാണ് ലിവിങ്സ്റ്റൺ അപ്പോൾ ഉച്ചരിച്ചത്. ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്തിനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, ഞാൻ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട്. സ്റ്റാൻലി കുറേ നേരം കഴിഞ്ഞു. ലിവിങ്സ്റ്റനെ പിന്നെയും ശുശ്രൂഷിച്ചു. പ്രിയപ്പെട്ടവരെ, അന്നൊന്നും ലിവിങ്സ്റ്റൺ മരിച്ചില്ല. കാലങ്ങൾ കഴിഞ്ഞു. ലിവിങ്സ്റ്റൺ അദ്ദേഹം അവിടെ ഒരു ദിവസം കാണപ്പെട്ടു. ഇങ്ങനെയാണ് കണ്ടത്. ഞാൻ വായിച്ചത് ഇങ്ങനെയാണ്: ഓൺ May 1st, 1873, he was found dead on his knees in a dilapidated hut in an obscure African village. ആഫ്രിക്കയിലെ ഒരു കുഗ്രാമത്തിൽ വളരെ മോശമായ സ്ഥിതിയിലുള്ള ഒരു കുടിലിൽ ലിവിങ്സ്റ്റൺ മുട്ടുമേൽ നിൽക്കുന്നവനായിരിക്കുമ്പോൾ തന്നെ ലിവിങ്സ്റ്റൺ മരിച്ച്
അങ്ങനെ കാണപ്പെട്ടു. അത് 1873 മെയ് മാസം 1-ാം തീയതിയാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ പിന്നെയും വായിച്ചു, ആ ഡെഡ് ബോഡി ആഫ്രിക്കയിൽ അടക്കിയില്ല. ഇംഗ്ലണ്ടിൽ നിന്ന് അത് ആളുകൾ വന്നു, ലിവിങ്സ്റ്റൺ ഡെഡ് ബോഡി ഇംഗ്ലണ്ടിലേക്ക് കൊണ്ടുപോയി. ആ സുപ്രസിദ്ധമായ കത്തീഡ്രലിൻ്റെ സെമിത്തേരിയിൽ ലിവിങ്സ്റ്റൻ്റെ ഡെഡ് ബോഡി അത് അടക്കുന്ന സമയത്ത് അന്ന് അവിടെ ഇംഗ്ലണ്ടിലെ ഏറ്റവും പ്രസിദ്ധനായ ഭരണാധികാരിയായിരുന്ന വ്യക്തി അവിടെ നിന്നുകൊണ്ട് വിതുമ്പി കരഞ്ഞു. അദ്ദേഹം കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കണ്ട് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകൻ അദ്ദേഹത്തോട് ശവസംസ്കാരം കഴിഞ്ഞ് തിരിച്ചു പോരുമ്പോൾ ചോദിച്ചു, അങ്ങക്ക് ലിവിങ്സ്റ്റണായിട്ട് ഇത്രയും അടുത്ത പരിചയമായിരുന്നോ? ഇത്രയും വലിയ ബന്ധമായിരുന്നോ? ഇത്രയും വലിയ ഇൻറ്റിമസി ആയിരുന്നോ എന്ന് ചോദിച്ചു. ഉടനെ അദ്ദേഹം പറഞ്ഞു, അല്ല, ഞങ്ങൾക്ക് തമ്മിലുള്ള ഇൻറ്റിമസി അല്ല കാരണം. ഞാൻ ഈ രാജ്യത്തെ ഭരണാധികാരിയാണ്, സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ്. എന്നാൽ ഈ ലിവിങ്സ്റ്റൺ ഒന്നുമില്ലാത്തവനെ പോലെ കൊച്ചുകുടിലിൽ ചെറ്റക്കുടിലിൽ പാർത്തുകൊണ്ട് ക്രിസ്തുവിന് സുവിശേഷം പ്രസംഗിച്ചു. ഈ ലിവിങ്സ്റ്റണുള്ള ഭാഗ്യം, നിത്യതയിലെ ഭാഗ്യം എനിക്കില്ലല്ലോ എന്നോർത്താണ് ഞാൻ കരഞ്ഞത്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വേലക്കാർക്ക് പദവിയുണ്ട്. ദൈവത്തിൻ്റെ വേലക്കാർക്ക് വലിയ ഭാഗ്യപദവിയുണ്ട്. ദൈവത്തിൻ്റെ വേലക്കാർക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളുണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓരോരുത്തരും ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ദൈവത്തോട് വാക്ക് പറയാം, കർത്താവേ, എൻ്റെ ഈ ജീവിതം എത്രയോ നിസ്സാരം, എത്രയോ ചെറിയൊരു കാലമാണ് ഞാനിവിടെ കഴിക്കുന്നത്. എൻ്റെ ദൈവമേ, എൻ്റെ ഈ ആയുഷ്കാലത്ത് നിലനിൽക്കുന്ന സ്വർഗീയ മഹത്വത്തിന് വേണ്ടി സ്വർഗത്തിലേക്കുള്ള സമ്പാദ്യം എനിക്കിവിടെ വെച്ച് നേടണം. സ്വർഗത്തിലേക്കുള്ള മുതൽക്കൂട്ടായി എനിക്ക് ഈ ലോക ജീവിതം നയിക്കണം. കർത്താവെ, നേടേണ്ടത് സ്വർഗരാജ്യമാണ്, നേടേണ്ടത് സ്വർഗത്തിൻ്റെ അധിപതിയായ ക്രിസ്തുവാണ്. കർത്താവെ, നിന്നെ എനിക്ക് വേണം. നിന്നെ എൻ്റെ ഹൃദയത്തിൻ്റെ നാഥനായിട്ട് എനിക്ക് വേണം. നിനക്ക് വേണ്ടി എല്ലാമാകാൻ ഞാൻ തയ്യാറാണ്. നിങ്ങൾക്ക് പറയാം, അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞാൻ അതിസന്തോഷത്തോടെ നിങ്ങളുടെ ജീവന് വേണ്ടി ചെലവിടുകയും ചെലവായി പോവുകയും ചെയ്യുമെന്ന്. നിങ്ങൾക്ക് ദൈവത്തോട് പറയാം, ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടിയും ക്രിസ്തുവിൻ്റെ മഹത്വത്തിന് വേണ്ടിയും ക്രിസ്തുവിൻ്റെ തിരുരാജ്യത്തിൻ്റെ പ്രചരണത്തിന് വേണ്ടിയും നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായിരിക്കും. ഏറ്റവും വലിയ സമ്പത്ത്, ഏറ്റവും വലിയ സ്വത്ത് അതാണ്. കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക, കർത്താവിന് വേണ്ടി അവൻ്റെ വേലക്കാരനായി നിൽക്കുക, കർത്താവിൻ്റെ വേലക്കാരിയായി നിൽക്കുക, കർത്താവിൻ്റെ മുന്തിരിത്തോപ്പിൽ പ്രവർത്തിക്കുന്നതിനായി നിൽക്കുക. ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിൻ്റെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെപ്പോലെയും എന്നേക്ക് പ്രകാശിക്കും. കർത്താവ് നമുക്ക് വേണ്ടി തന്നെ തന്നു, മുഴുവൻ നമുക്ക് വേണ്ടി തന്നു. തൻ്റെ ആയുസ് നമുക്ക് വേണ്ടി തന്നു, തൻ്റെ ദിവ്യജീവൻ നമുക്ക് വേണ്ടി തന്നു, തൻ്റെ ഭൗതികമായ ആയുസ് നമുക്ക് വേണ്ടി തന്നു, തൻ്റെ വിലയേറിയ രക്തം നമുക്ക് വേണ്ടി തന്നു, എല്ലാം നമുക്ക് വേണ്ടി തന്നു. ഈ യേശു നമുക്കിനി എന്താണ് തരാതിരിക്കുക? എല്ലാം തന്നിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ ഒടുവിലത്തെ ഭാഗത്ത് പറഞ്ഞു, റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ ഖണ്ഡിക ഇങ്ങനെയാണ് തുടങ്ങുന്നത്: ആകയാൽ ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര്. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? സ്തോത്രം. സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരെ ആര് കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആര്? ക്രിസ്തു യേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവസിംഹാസനത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാതം കഴിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ നിമിത്തം ഞങ്ങൾ ഇടപെടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങൾ എണ്ണുന്നെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ച മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണജയം പ്രാപിക്കുന്നു. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോൾ ഉള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഗോകുൽത്തായിൽ വെളിപ്പെട്ട സ്നേഹത്തിൽ നിന്ന് എന്നൊരു ശക്തിക്കും ഏർപ്പെടുത്താൻ കഴിയുകയില്ലെന്ന അപ്പോസ്തലൻ ഉറച്ചു.
വിശുദ്ധന്മാർ അങ്ങനെ ഉറച്ചവരാണ്, ക്രിസ്തീയ വിശുദ്ധന്മാർ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ പറ്റുമോ? യേശുക്രിസ്തുവിനോടുള്ള സ്നേഹത്തിൽ നിന്ന്, ക്രൂസിലെ സ്നേഹത്തിൽ നിന്ന്, ആ ത്യാഗോജ്വലമായ സ്നേഹത്തിൽ നിന്ന്, എൻ്റെ കർത്താവേ നിൻ്റെ തിരുരക്തത്തിൻ്റെ അത്ഭുത കൃപയിൽ നിന്ന് എന്നെ വേർപെടുത്താൻ ഒരു ശക്തിക്ക് സാധ്യമല്ല. എന്തെല്ലാം എതിർപ്പുകൾ വന്നാലും, ഏതെല്ലാം അധിക്ഷേപങ്ങൾ വന്നാലും, ഏതെല്ലാം തെറ്റിദ്ധാരണകൾ എനിക്കെതിരെ വന്നാലും, ഏതെല്ലാം മിഥ്യ അപവാദങ്ങൾ ഞങ്ങൾ കേൾക്കേണ്ടി വന്നാലും, എൻ്റെ കർത്താവേ ആരെല്ലാം എന്നെ പരിഹസിച്ചാലും കളിയാക്കിയാലും, എന്തെല്ലാം നഷ്ടങ്ങൾ വന്നാലും കഷ്ടങ്ങൾ വന്നാലും, എൻ്റെ നാഥ ഞാൻ നിൻ്റെ വേലക്കാരനായിരിക്കും, ഞാൻ അവസാനത്തോളം നിൻ്റെ ശുശ്രൂഷകനായിരിക്കും, ഞാൻ നിൻ്റെ പാദസേവ ചെയ്യുന്ന നിൻ്റെ അടിമയായിരിക്കും. നിങ്ങൾക്ക് തീരുമാനിക്കാമോ? എങ്കിൽ പ്രിയപ്പെട്ടവരെ, സ്വർഗം നിങ്ങൾക്ക് ലഭിക്കുകയാണ്. സ്വർഗം നിങ്ങളുടെ കയ്യിലേക്ക് വരികയാണ്. സ്വർഗം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എഴുന്നള്ളി വരികയാണ്. അതിപ്പോൾ തന്നെ നിങ്ങൾക്ക് അനുഭവിക്കാം. സ്വർഗം നിങ്ങളുടെ അരികത്തേക്ക് വരുന്നത്, നിങ്ങൾ സ്വർഗത്തിൻ്റെ ശക്തി കൊണ്ടും സന്തോഷം കൊണ്ടും നിറയുന്നത്, സ്വർഗത്തിൻ്റെ കൃപാദാനങ്ങൾ കൊണ്ട് നിങ്ങൾ അനുഗ്രഹീതരായി തീരുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് അനുഭവിക്കാം. ക്രിസ്തു നിങ്ങളെ തലോടട്ടെ, ക്രിസ്തു നിങ്ങളെ തഴുകട്ടെ, ക്രിസ്തു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ക്രിസ്തു നിങ്ങളുടെ പാപക്കറകൾ കഴുകട്ടെ, ക്രിസ്തുവിൻ്റെ തിരുരക്തം നിങ്ങളുടെ ശാപങ്ങൾ മാറ്റട്ടെ, ക്രിസ്തുവിൻ്റെ ക്രൂസിലെ തിരുബലി നിങ്ങൾക്ക് സ്വർഗീയ ഉദ്യാനത്തിലേക്കുള്ള പ്രവേശനത്തിൻ്റെ കവാടമായി മാറട്ടെ, ക്രിസ്തു നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളുടെ മേൽ ഈ പെരുകെ ചൊരിയട്ടെ, യേശു ക്രിസ്തു നിങ്ങളെ അനുഗ്രഹിച്ച് കൃപയുടെ മഹത്വത്തിലേക്ക് നിങ്ങൾ കൈക്കൊള്ളട്ടെ, യേശുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി നിങ്ങൾ ഒരുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അവിടെ തിരുവചനം കേട്ട ഈ ഇതിൻ്റെ ജനത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. നിന്റെ മക്കളുടെ മേലെടുത്ത കരം വെക്കണമേ. എല്ലാവരും യേശുവിനെ സ്നേഹിക്കുന്നവരായി തീരുവാൻ, ആ സ്നേഹത്തിൽ കത്തുന്നവരായി തീരുവാൻ, സ്നേഹത്തിൻ്റെ ജ്വാലയിൽ എരിയുന്നവരായി തീരുവാൻ കർത്താവെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആ സ്നേഹം ഹൃദയത്തിൽ നിറയുമ്പോൾ പാപം മാറിപ്പോകും നിങ്ങൾ അറിയുന്നു. ആ സ്നേഹം ഞങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനിക്കുമ്പോൾ ഞങ്ങളുടെ ശാപങ്ങളും ഞങ്ങളുടെ ബന്ധനങ്ങളും അഴിഞ്ഞു പോകും നിങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ, നിന്റെ മക്കളെ അനുഗ്രഹിച്ച് ഇപ്പോൾ സമാധാനത്തോടെ ശാന്തിയോടെ എഴുന്നേൽപ്പിക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിന്റെ പരിശുദ്ധമായ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.